ഹായ് ഡിയേഴ്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അങ്ങനെ നമ്മൾ കുറച്ച് നാളുകൾക്ക് ശേഷം എല്ലാവരും കൂടി ഒത്തുകൂടിയതാണ്. അപ്പോൾ ഉണ്ണിക്കണ്ണന്മാർ അവരുടെ ജോലിയുടെ ആവശ്യത്തിനായിട്ട് പൂനെയിലൊക്കെ ആയിരുന്നു. അപ്പോൾ അതിനുശേഷം അവന്മാർ 2 ദിവസം ലീവ് കിട്ടിയപ്പോൾ നാട്ടിൽ വന്നതാണ്. അപ്പോൾ നമ്മൾ വിചാരിച്ചു അമ്മയുടെ വീട്ടിലൊക്കെ പോയിട്ട് വരാം. അപ്പോൾ കുറേ നാളായി നമ്മൾ അമ്മയുടെ വീട്ടിൽ എല്ലാവരും കൂടി ഒരുമിച്ച് പോയിട്ടോ. അപ്പോൾ അമ്മയുടെ വീട് ആലുവ തുരുത്തിലാണ്. അപ്പോൾ എനിക്ക് വളരെയധികം മെമ്മറീസ് ഉള്ളൊരു സ്ഥലമാണ് ഈ ഒരു തുരുത്ത് എന്ന് പറയുന്നത്. കാരണം ഞാൻ എൻ്റെ കുട്ടിക്കാലം മുഴുവൻ സ്പെൻഡ് ചെയ്തത് ഇവിടെയായിരുന്നു കേട്ടോ. അപ്പം അമ്മയുടെ വീട്ടിലെ വെക്കേഷനൊക്കെ ആകുമ്പോൾ ഏകദേശം 2 മാസമൊക്കെ ഞാൻ വന്ന് നിൽക്കുമായിരുന്നു. അപ്പോൾ എനിക്ക് ഭയങ്കര ഒരു അറ്റാച്ച്മെൻറ്റ് തോന്നിയിട്ടുള്ള ഒരു സ്ഥലമാണ്. അപ്പോൾ ഇതാ നമ്മളിപ്പോൾ അങ്ങോട്ട് പോവാണ്. അപ്പോൾ പോകുന്ന വഴിക്കൊക്കെ ഫുള്ള് മഴയൊക്കെ പെയ്തിട്ട് ഇവിടെ വെള്ളമൊക്കെ കയറി കിടക്കുമായിരുന്നു കേട്ടോ. അപ്പോൾ അതാ അങ്ങനെ നമ്മൾ വീട്ടിലെത്തി. ഇതാണ് അമ്മയുടെ വീട്. അപ്പോൾ ഇവിടെ വന്നപ്പോൾ നമ്മളെല്ലാവരും കൂടി കുറേ നാളുകൾക്ക് ശേഷമാണ് എല്ലാവരും കാണുന്നത് തന്നെ. അപ്പോൾ നമ്മൾ അങ്ങനെ ഇരുന്ന് കുറേ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ പറഞ്ഞതിന് ശേഷം നമ്മൾ ഒന്ന് പുറത്തേക്കൊക്കെ ഇറങ്ങാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇവിടെ 2018 വെള്ളം കയറി ഫുൾ മുങ്ങിപ്പോയൊരു സ്ഥലമാണ് കേട്ടോ. അപ്പോൾ ഇവിടെ മഴ പെയ്യുമ്പോൾ എപ്പോഴും ഭയങ്കര പേടിയാണ്. കാരണം വെള്ളം കയറുമോ. കാരണം തൊട്ടടുത്ത് തന്നെയാണ് നമ്മുടെ ആലുവ പുഴയുള്ളത്. അപ്പോൾ അതിൻ്റെ സമീപത്തായിട്ട് വരുന്ന ഒരു പ്രദേശമാണ് തുരുത്ത്. അപ്പോൾ 4 വശവും വെള്ളത്താൽ ചുറ്റപ്പെട്ട ഏരിയ ആയതുകൊണ്ടാണ് ഇതിന് തുരുത്തുന്ന പേര് വന്നത്. അതുകൊണ്ട് തന്നെ മഴയൊക്കെ വരുമ്പോൾ ഇവിടെ എപ്പോഴും വെള്ളം കയറും കേട്ടോ. അപ്പോൾ ആ വീടിൻ്റെ ബാക്ക് സൈഡിൽ ഒരു മഴ പെയ്തപ്പോഴേന് ഇത്രയും വെള്ളമൊക്കെ കയറി കിടക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ അതൊക്കെ കാണാം. അപ്പോൾ ഇവിടെ മഴ വരുമ്പോൾ പുഴയിലൊക്കെ നല്ല രീതിയിൽ വെള്ളമൊക്കെ വരും കേട്ടോ. അപ്പോൾ നമ്മൾ എല്ലാവരും കൂടി വന്നതല്ലേ, അപ്പോൾ അതൊക്കെ ഒന്ന് കാണാമെന്ന് വിചാരിച്ചു. അപ്പോൾ അമ്മുവും ശ്യാമൊക്കെ ഇവിടെ വന്നിട്ട് പുഴയുടെ സൈഡിലൊക്കെ പോയിട്ടില്ല. അപ്പോൾ ഞങ്ങൾ വിചാരിച്ച് എല്ലാവരും കൂടി ഒരുമിച്ച് പോവാന്ന്. അങ്ങനെ നമ്മളത് പുഴയൊക്കെ കാണാൻ വേണ്ടിയിട്ട് വന്നതാണ്. അപ്പോൾ ഈ ഒരു പുഴയുടെ സമീപത്തായിട്ട് ഈ ഒരു ചെറിയൊരു പാലമുണ്ട്. അപ്പോൾ ഇതിൽ കൂടെയാണ് ട്രെയിനൊക്കെ പോകുന്നത്. അപ്പോൾ അതിന് സമീപത്തായിട്ട് ഇതുപോലത്തെ കുഞ്ഞൊരു പാലമുണ്ട്. അപ്പോൾ അതുവഴിയാണ് നേരത്തെ ഇവിടെയുള്ള ആൾക്കാരൊക്കെ ഇങ്ങോട്ട് വന്നിരുന്നത് കേട്ടോ. അപ്പോൾ തുരുത്തിനെ ഈ ഒരു ആലുവ ടൗണുമായിട്ട് ബന്ധിപ്പിക്കുന്ന ഒരു പാലമായിരുന്നു ഇത്. പണ്ട് എല്ലാവരും നടപ്പാതയൊക്കെ ആയിട്ട് യൂസ് ചെയ്തതാണ്. ഇപ്പോൾ വേറെ പാലമൊക്കെ വന്നതുകൊണ്ട് ഇതിൽ കൂടെ ആൾക്കാർ വരലൊക്കെ കുറവാണ്. അപ്പോൾ ട്രെയിൻ പോകുന്നതിൻ്റെ സമീപത്തായിട്ട് തന്നെയാണ് ഈ ഒരു പാലം ഉള്ളത് കേട്ടോ. അപ്പോൾ അമ്മൂനൊക്കെ ഫസ്റ്റ് ടൈം ആയതുകൊണ്ട് നല്ല പേടി തോന്നി. കാരണം ഈ ഒരു പാലത്തിൽ കയറി നിന്നിട്ട് ട്രെയിൻ പോകുമ്പോൾ നമുക്ക് ചെറുതായിട്ടൊരു കുടുക്കം ഫീൽ ചെയ്യും. അപ്പോൾ നമുക്ക് ഫസ്റ്റ് ടൈം വരുന്നവർക്ക് എന്തായാലും പേടി തോന്നും. എനിക്കും നേരത്തേക്ക് ഇവിടെ വരുമ്പോൾ ഈ ഒരു പാലത്തിലൊക്കെ കയറാൻ ഭയങ്കര പേടിയായിരുന്നു. അപ്പോൾ നല്ല ട്രെയിനൊക്കെ നല്ല സ്പീഡിൽ വരികയാണെങ്കിൽ ഇപ്പോഴും എനിക്ക് പേടി തന്നെ ആയിരുന്നു കേട്ടോ. അപ്പോൾ അങ്ങനെ നമ്മൾ ഇവിടെ വന്ന് മഴ പെയ്ത് കിടക്കുകയാണല്ലോ. അപ്പോൾ മഴ പെയ്തുകൊണ്ട് തന്നെ പുഴയിലൊക്കെ നല്ല രീതിയിൽ വെള്ളമൊക്കെ കൂടിയിട്ടുണ്ട്. അപ്പോൾ ഇവിടെ നിന്ന് നോക്കുമ്പോൾ നമുക്ക് ആലുവ മണപ്പുറമൊക്കെ കാണാൻ പറ്റും കേട്ടോ. അപ്പോൾ ആലുവ മണപ്പുറത്തിൻ്റെ നല്ല വ്യൂ ഒക്കെ കിട്ടും. അപ്പോൾ ആലുവ മണപ്പുറത്ത് അത്യാവശ്യം നല്ല വെള്ളമൊക്കെ കയറി ആ ഒരു പാലം തന്നെ മുങ്ങിക്കിടക്കുകയാണ്. അപ്പോൾ അങ്ങനെ നമ്മൾ ഇവിടെ വന്ന് കുറേ ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്തു. കാരണം എല്ലാവരും തമ്മിൽ കാണൽ വളരെ കുറവാണ്. എന്തെങ്കിലും ഫങ്ഷനൊക്കെ വരുമ്പോൾ മാത്രമാണ് നമ്മൾ ഇതുപോലത്തെ കാണലൊക്കെ ഉള്ളത് കേട്ടോ. അപ്പോൾ ഇവിടെ വരുന്നതും വളരെ കുറവായിരുന്നു. അപ്പോൾ നമ്മളങ്ങനെ ഈ ഒരു പാലത്തിൻ്റെ സമീപത്ത് വന്നപ്പോൾ നമ്മൾ കുറേ നേരം ഇവിടെ സ്പെൻഡ് ചെയ്തു. അപ്പോൾ ഈവനിങ് ഒക്കെ ആയപ്പോൾ നല്ല ഒരു സൺസെറ്റിൻ്റെ വ്യൂ ഒക്കെ കിട്ടി കേട്ടോ. അപ്പോൾ നല്ല രസമായിരുന്നു എല്ലാവരും കൂടി ആയിട്ട് ഇങ്ങനെ എൻജോയ് ചെയ്ത് സംസാരിച്ചൊക്കെ ഇരിക്കാനായിട്ട് കേട്ടോ. അപ്പോൾ നമ്മൾ പുഴയുടെ വ്യൂ ഒക്കെ കണ്ട് ഈ പാലത്തിൽ കൂടെ ഇങ്ങനെ നടക്കുകയാണ്. അപ്പോൾ ഷ്യാമിന് ഇത് കണ്ടപ്പോൾ ഭയങ്കര ക്യൂരിയോസിറ്റി തോന്നിയിട്ട് ഷ്യാം 5-6 പ്രാവശ്യം പാലത്തിൽ കൂടെ ഓടിച്ചാടിയൊക്കെ നടക്കുന്നുണ്ടായിരുന്നു. പക്ഷേ എനിക്ക് പേടിയായിട്ട് വയ്യായിരുന്നു. കാരണം ഈ ട്രെയിനൊക്കെ വരുമ്പോൾ ഈ ഒരു പാലം പഴയ പാലമാണ്, കുറേ വർഷങ്ങളെത്തിയ പാലമാണ്. അപ്പോൾ അതിൽ കൂടെയൊക്കെ ഓടിക്കഴിഞ്ഞാൽ ചിലപ്പോൾ ആ ഒരു പാലത്തിൻ്റെ ഇതൊക്കെ ഇളകി പോകാൻ ചാൻസ് ഉണ്ട്. കാരണം കുറേ പഴക്കമുള്ള പാലമാണ്. അമ്മയുടെ ചെറുപ്പത്തിലേക്ക് അമ്മയൊക്കെ ഈ ഒരു പാലം വഴിയാണ് അങ്ങോട്ടൊക്കെ പോയിരുന്നതെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അത്രയും പഴക്കമുള്ള പാലാണ്. അപ്പോൾ ഇവിടെ നിന്ന് നോക്കുമ്പോൾ നമുക്ക് മണപ്പുറത്തിൻ്റെ വ്യൂ കാണാം കേട്ടോ. അപ്പോൾ അങ്ങനെ നമ്മൾ കുറേ നേരം ഇവിടെ സ്പെൻഡ് ചെയ്തു. അപ്പോൾ അമ്മും കണ്ണനും ഇവിടെ വന്നപ്പോൾ റെയിൽവേ ട്രാക്കൊക്കെ കണ്ടപ്പോൾ ഫോട്ടോസും വീഡിയോസൊക്കെ എടുക്കാമെന്നൊക്കെ വിചാരിച്ചത് അവരുടെ ഫോട്ടോസ് വീഡിയോസൊക്കെ എടുക്കുകയാണ്. നമുക്ക് ആ ഒരു ആപ്പിൽ നോക്കിയ ട്രെയിനിൻ്റെ ടൈം അറിയാൻ പറ്റണമെന്ന് നമ്മൾ അത് അഡ്ജസ്റ്റ് ചെയ്തൊക്കെയാണ് അവിടെ നിന്നേട്ടോ.
അപ്പോൾ അങ്ങനെ നമ്മളിതാ ഇവിടുത്തെ കാഴ്ചകളൊക്കെ കണ്ടിട്ട് നേരെ തിരിച്ചു പോവാണ്. അപ്പോൾ പോകുന്ന വഴിയിലും ഇങ്ങനെ വെള്ളമൊക്കെ കയറി കിടക്കുന്നുണ്ട്. പക്ഷെ നല്ല ഭംഗിയായിരുന്നു കേട്ടോ. ഈ ഒരു പച്ചപ്പും ഇതൊക്കെ കാണാനായിട്ട് നല്ല രസമായിരുന്നു. അതുപോലെ തന്നെ മഴയൊക്കെ പെയ്ത് തോർന്നുകൊണ്ട് മൊത്തത്തിലൊരു എല്ലാ ചെടികൾക്കൊക്കെ ഒരു ഉണർവും എല്ലാം ഉണ്ട്. അപ്പം നല്ല രസമായിട്ട് ഫുള്ളൊരു പച്ചമയമായിരുന്നു കേട്ടോ. അങ്ങനെ നമ്മളിതാ തിരിച്ച് വീട്ടിലെത്തി. അങ്ങനെ കുറച്ച് നേരം സ്പെൻഡ് ചെയ്തതിന് ശേഷം നമ്മൾ തിരിച്ച് വീട്ടിലേക്ക് പോവുകയാണ്. അപ്പോൾ 2-3 ദിവസത്തെ വെക്കേഷന് വേണ്ടിയിട്ട് ഉണ്ണിക്കണ്ണന്മാർ വന്നതാണ്. അപ്പോൾ അതിലെ മെയിൻ കാര്യം എന്താണെന്ന് വെച്ചാൽ അവന്മാരുടെ ബർത്ത്ഡേ ആണ്. അപ്പോൾ ജൂൺ 17-നാണ് അവന്മാരുടെ ബർത്ത്ഡേ. അപ്പോൾ അങ്ങനെ ബർത്ത്ഡേ സെലിബ്രേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വന്നതാണ്. അപ്പോൾ ഈ പ്രാവശ്യത്തെ ബർത്ത്ഡേക്ക് ഒരു പ്രത്യേകതയുണ്ട്. ഇതിൽ ഒരാളുടെ കല്യാണം കഴിഞ്ഞിട്ടുള്ള ഫസ്റ്റ് ബർത്ത്ഡേ ആണ്. അപ്പോൾ ഒരാൾ സിംഗിൾ ലൈഫ് ആയിട്ടുള്ള ലാസ്റ്റത്തെ ബർത്ത്ഡേ എന്ന് വേണമെങ്കിൽ പറയാം. അപ്പോൾ അങ്ങനെ രണ്ടുപേർക്കും വളരെ സ്പെഷ്യലായിട്ടുള്ള ഒരു ഇയറാണ് ഈ ഒരു 2025. അതുകൊണ്ട് അവന്മാർക്ക് ഈ ഒരു ബർത്ത്ഡേ കുറച്ച് സ്പെഷ്യൽ തന്നെ ആയിരുന്നു കേട്ടോ. അങ്ങനെ നമ്മൾ 12 മണിയായപ്പോൾ അവന്മാർക്ക് സർപ്രൈസ് ആയിട്ട് കേക്കൊക്കെ കൊടുക്കാമെന്ന് വിചാരിച്ച് നമ്മൾ പ്ലാൻ ചെയ്ത് ഒരു ചെറിയ കേക്കൊക്കെ വാങ്ങി 12 മണിയായപ്പോൾ തന്നെ കേക്കൊക്കെ മുറിച്ചു കേട്ടോ. അപ്പം തട്ടിക്കൂട്ട് സെലിബ്രേഷൻ ആയതുകൊണ്ട് നമ്മൾ കുറച്ച് ഡെക്കറേഷൻ ഐറ്റംസ് ഒക്കെ സംഘടിപ്പിച്ച് ഫുള്ള് ഒന്ന് ഡെക്കറേറ്റ് ചെയ്തിട്ട് കേക്കൊക്കെ മുറിച്ചു. അപ്പോൾ കേക്ക് വന്നിട്ട് നമ്മൾ കട്ട് ചെയ്ത് കൊടുക്കുകയൊക്കെ ചെയ്തു. എന്നിട്ട് നമ്മൾ ഫോട്ടോസ് വീഡിയോസൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഉണ്ണിക്കണ്ണന്മാരെ വീട്ടിൽ നിന്ന് പിരിഞ്ഞു നിൽക്കുന്ന ആദ്യത്തെ ബർത്ത്ഡേ എന്ന് വേണമെങ്കിൽ പറയാം കേട്ടോ. കാരണം ഇത്രയും വർഷമായിട്ട് ഇവന്മാർ വീട് വിട്ട് മാറി നിന്നിട്ടേ ഇല്ല. അപ്പോൾ ഫസ്റ്റ് ടൈമാണ് അവർക്ക് ജോലി അങ്ങോട്ട് ഷിഫ്റ്റ് ആയതുകൊണ്ട് അവർക്ക് പൂനെയിൽ പോകേണ്ട വന്നേട്ടോ. അതുകൊണ്ട് തന്നെ രണ്ടുപേർക്കും നല്ല രീതിയിൽ ഹോം സിക്നെസ് ഉള്ളവരാണ്. രണ്ടുപേരും വീട് വിട്ട് എങ്ങും നിൽക്കാത്തവന്മാരാട്ടോ. അപ്പോൾ ഫസ്റ്റ് ടൈം ഇങ്ങനെ മാറി നിന്നുകൊണ്ട് അവർക്ക് വീട്ടിൽ വന്നപ്പോൾ ഭയങ്കര എക്സൈറ്റ്മെൻറ്റും ഭയങ്കര സന്തോഷമൊക്കെ ആയിരുന്നു. കാരണം ഇത്രയും നാൾ വീട്ടിൽ നിന്നിട്ട് പെട്ടെന്ന് വീട് മാറിക്കഴിഞ്ഞപ്പോൾ രണ്ടുപേർക്ക് അത് ഭയങ്കരമായിട്ട് ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ എന്തായാലും ബർത്ത്ഡേക്ക് വരാമെന്ന് പറഞ്ഞ് അങ്ങനെ അവന്മാർ ഒരു ലീവ് കിട്ടിയപ്പോൾ വന്നതാണ്. അപ്പോൾ അമ്മയ്ക്കാണ് ഏറ്റവും കൂടുതൽ സങ്കടം. കാരണം അമ്മ നമ്മളെ 3 പേരെയും വീട്ടിൽ നിന്ന് എങ്ങും മാറിയിക്കാൻ സമ്മതിക്കില്ലായിരുന്നു. കാരണം നമ്മളെപ്പോഴും 3 പേരുമായിട്ട് ഒരുമിച്ച് നടന്ന് അങ്ങനെ വീട്ടിൽ നിന്ന് മാറി നിൽക്കൽ വളരെ കുറവായിരുന്നു കേട്ടോ. അതുകൊണ്ട് ഞങ്ങൾക്ക് 3 പേർക്കും വീട്ടിൽ നിന്ന് മാറി നിൽക്കുമ്പോൾ നല്ല രീതിയിൽ വിഷമമൊക്കെ വരാറുണ്ട്. ഭയങ്കരമായിട്ട് ഹോം സിക്നെസ് ഉള്ളവരാണ് ഞങ്ങൾ 3 പേരും കേട്ടോ. അപ്പോൾ എന്താ പറയുക, അപ്പോൾ നമുക്ക് ഓരോ സിറ്റുവേഷൻസൊക്കെ ആയിട്ട് നമുക്കിങ്ങനെ മാറി നിൽക്കേണ്ട ലെവലാണ്. അപ്പോൾ ലൈഫിൽ ഓരോ സ്റ്റേജിൽ വരുമ്പോൾ ഓരോ മാറ്റങ്ങൾ നമ്മൾ അക്സെപ്റ്റ് ചെയ്തല്ലേ പറ്റുള്ളൂ. അപ്പോൾ അങ്ങനെയുള്ള ഒരു മാറ്റം കൂടിയാണ് ഈ ഒരു ബർത്ത്ഡേ ഇവന്മാർക്ക്. അപ്പോൾ അങ്ങനെ സ്വന്തമായിട്ട് കുക്ക് ചെയ്യാനും ക്ലീനിങ്ങും എല്ലാം കൂടി പഠിച്ചിട്ടുള്ള ഒരു ബർത്ത്ഡേ എന്ന് വേണമെങ്കിൽ പറയാം കേട്ടോ. എന്തായാലും അങ്ങനെ നമ്മൾ കേക്കൊക്കെ കട്ട് ചെയ്തു. മോർണിംഗ് കുറച്ച് ലേറ്റ് ആയിട്ടാണ് എണീറ്റത്. കാരണം നമ്മൾ കേക്കൊക്കെ കട്ട് ചെയ്തിട്ട് വളരെ വൈകിട്ടാണ് കിടന്നത് കേട്ടോ. അപ്പോൾ രാവിലെ എണീറ്റ് വന്നപ്പോൾ മഴയൊക്കെ തോർന്ന് നല്ല രീതിയിൽ നമ്മുടെ ആമ്പലിലൊക്കെ പൂവുണ്ടായിട്ട് നിൽക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അതുപോലെ നമ്മുടെ കിണറിൽ നല്ല രീതിയിൽ മഴയൊക്കെ പെയ്തപ്പോൾ വെള്ളമൊക്കെ കൂടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ കണ്ട് കുറേ നേരം നിന്നു. അതിനുശേഷം നമ്മൾ 4 പേരും കൂടി വീടിൻ്റെ അടുത്തുള്ള അമ്പലത്തിൽ പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഉണ്ണി അവൻ രാവിലെ തന്നെ ആലപ്പുഴയ്ക്ക് പോയി. അപ്പോൾ ആലപ്പുഴ സ്റ്റോറീസ്, ആലപ്പുഴയുടെ വിശേഷങ്ങളൊക്കെ അടുത്ത അപ്കമിങ് വ്ലോഗിൽ ഉണ്ടാവും. അവൻ്റെ കൂടുതൽ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ ആയിട്ട്. അപ്പോൾ അത് പിന്നീട് ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്താം. അപ്പോൾ അങ്ങനെ നമ്മൾ 4 പേരും കൂടി അമ്പലത്തിൽ വന്നതാണ്. അപ്പോൾ ഇവിടെ വന്നപ്പോഴും നല്ല മഴയാണ്. അപ്പോൾ എനിക്ക് തോന്നുന്നു ഈ ഒരു എറണാകുളത്ത് മാത്രമാണ് ഇതുപോലെ മഴ. ട്രിവാൻഡ്രത്ത് നമ്മൾ നിന്നപ്പോൾ അവിടെ മഴ ഭയങ്കര കുറവായിട്ടാണ് ഫീൽ ചെയ്തത്. പക്ഷെ ഇവിടെ വന്നപ്പോൾ ഫുള്ള് മഴയാണ്. അപ്പോൾ രാവിലെ ഇവിടെ വന്നപ്പോഴും നല്ല രീതിയിൽ മഴ ഉണ്ടായിരുന്നു. അങ്ങനെ തോടും എല്ലാം നിറഞ്ഞു കിടക്കുമായിരുന്നു കേട്ടോ. അങ്ങനെ മഴയത്ത് അമ്പലത്തിലേക്ക് വന്ന് പ്രാർത്ഥിച്ചു. അപ്പോൾ ബർത്ത്ഡേ ഇല്ലേ, അപ്പോൾ നമ്മൾ അങ്ങനെ അമ്പലത്തിലേക്ക് വന്ന് നല്ലൊരു മോർണിംഗ് ആയിരുന്നു. അപ്പം നല്ലൊരു പോസിറ്റീവ് എനർജി നമുക്ക് ഫീൽ ചെയ്തു. അപ്പോൾ നമ്മളിവിടെ അമ്പലത്തിൽ വന്ന് ഫോട്ടോസൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിന് ശേഷം നമുക്ക് ഇവിടെ അമ്പലത്തിൽ ചേച്ചി നമുക്ക് പായസമൊക്കെ തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. പാൽപ്പായസമൊക്കെ തന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ അതൊക്കെ കഴിച്ചിട്ട് നേരെ വീട്ടിലേക്ക് പോവാണ്. അപ്പോൾ വൈകിട്ട് നമ്മൾ ചെറിയ രീതിയിൽ ഒരു ബർത്ത്ഡേ സെലിബ്രേഷൻ ഉണ്ട്. അപ്പോൾ അതിന് നമ്മുടെ കസിൻസ് അനിയത്തിമാരായിട്ടുള്ള വിസ്മോളും അച്ചും വരുന്നുണ്ട്. അപ്പോൾ നമ്മൾ അതിന് വേണ്ടിയിട്ടുള്ള പ്രിപ്പറേഷൻസ് തുടങ്ങാമെന്ന് വിചാരിച്ചു.
അപ്പോൾ ഈ പ്രാവശ്യം വെറൈറ്റി ആയിട്ട് ശ്യാം തന്നെ ചിക്കൻ ഗ്രില്ല് ചെയ്യാന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് ഇതിനെ പറ്റിയിട്ട് വലിയ ഐഡിയ ഇല്ല. അപ്പോൾ ശ്യാം എവിടെ നിന്നൊക്കെയോ മെഷൊക്കെ ഒപ്പിച്ച് ചിക്കനൊക്കെ വാങ്ങിയതാ ചിക്കൻ ഗ്രില്ല് ചെയ്യാൻ വേണ്ടിയിട്ട് പോവുകയാണ്. അപ്പോൾ ആ ചിക്കനിൽ മസാലയൊക്കെ തേച്ച് കുറേ നേരം നമ്മൾ ഇത് റെസ്റ്റ് ചെയ്യാൻ വെച്ചതിന് ശേഷമാണ് നമ്മൾ ഈ ഒരു ഗ്രിൽഡ് ചിക്കൻ ഉണ്ടാക്കുന്നത് കേട്ടോ. അപ്പോൾ ഞാൻ ഇതുവരെ വീട്ടിൽ ഗ്രിൽഡ് ചിക്കൻ ഉണ്ടാക്കിയിട്ടില്ല. അപ്പോൾ ശ്യാമിന് ഇവിടെ വന്നപ്പോൾ നമുക്ക് ഈ പ്രാവശ്യം ഉണ്ണിക്കണ്ണന്മാരുടെ ബർത്ത്ഡേക്ക് ചിക്കൻ ഗ്രില്ല് ചെയ്യാന്നൊക്കെ പറഞ്ഞ് അങ്ങനെ പ്ലാൻ ചെയ്തിട്ടാണ് നമ്മളിത് ഉണ്ടാക്കുന്നത് കേട്ടോ. അപ്പോൾ അതാ അമ്മച്ചിയാണ് ഇങ്ങനത്തെ ലൊട്ടിലൊടുക്ക് പണികളൊക്കെ സെറ്റാക്കി കൊടുക്കുന്നത്. ഇങ്ങനത്തെ അടപ്പും എല്ലാം സെറ്റാക്കി കൊടുക്കുന്നത് അമ്മയാണ്. അമ്മയ്ക്കാണ് ഇങ്ങനത്തെ ചെറിയ ചെറിയ പണികളോടൊക്കെ ഭയങ്കര താല്പര്യം. അപ്പോൾ അങ്ങനെ അടുപ്പൊക്കെ സെറ്റാക്കി. അപ്പോൾ ഇനി നമുക്ക് ചിക്കൻ ഗ്രില്ല് ചെയ്യാം. അപ്പോൾ നമ്മളെല്ലാവരും കൂടി ഉണ്ട്. അപ്പോൾ എല്ലാവരും കൂടി ആയിട്ട് ചെയ്യുമ്പോൾ ഭയങ്കര സന്തോഷമാണ്. അപ്പോൾ അങ്ങനെ ഇതാ ചിക്കനൊക്കെ കുറേ നേരം നമ്മൾ ഇതുപോലെ മസാലയൊക്കെ പുരട്ടി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമുക്കിനി ചിക്കൻ ഗ്രില്ല് ചെയ്ത് തുടങ്ങാം. അപ്പോൾ ഈ ഒരു മെഷ് നമുക്ക് ശരിക്കും ഗ്രിൽഡ് ചിക്കനൊക്കെ ചെയ്യുമ്പോൾ അതിൻ്റെ ആ ഒരു ഇതൊക്കെ നമുക്ക് വാങ്ങാനായിട്ട് കിട്ടും. പക്ഷെ നമ്മൾ ഈ ഒരു മെഷായിട്ട് ഇങ്ങനെ വാങ്ങിയിട്ട് അതിനകത്താണ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് അതിൻ്റെ റിസൾട്ട് എന്താണെന്ന് അറിയാനുള്ളൊരു ആകാംക്ഷയുണ്ട്. സക്സസ് ആവോ അതോ എന്താവോ എന്നറിയില്ല. ഫസ്റ്റ് ടൈമാണ് നമ്മൾ ചെയ്യുന്നത്. പക്ഷേ ഇതാ നല്ല രീതിക്കൊക്കെ സെറ്റായി വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നല്ല ടേസ്റ്റും ഉണ്ടായിരുന്നു. ഞാൻ കഴിച്ചു നോക്കിയായിരുന്നു കേട്ടോ. അപ്പോൾ അങ്ങനെ നമ്മൾ അതൊക്കെ ഉണ്ടാക്കി റെഡിയാക്കിയതിന് ശേഷം കേക്ക് കട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ നമ്മുടെ വീട്ടിൽ ബർത്ത്ഡേസ് വരുമ്പോൾ നമ്മൾ എല്ലാ പ്രാവശ്യവും എല്ലാവരുടെ ബർത്ത്ഡേക്ക് ഒരു കേക്ക് കട്ടിങ് മസ്റ്റാണ്. കാരണം നമുക്ക് നമ്മുടെ വർഷത്തിൽ ഒരു ദിവസം വരുന്ന ഒരു സ്പെഷ്യൽ ഡേ ആണല്ലോ. അപ്പോൾ അത് നല്ല രീതിയിൽ സെലിബ്രേറ്റ് ചെയ്യണമെന്നുള്ളൊരു മെൻറ്റാലിറ്റിയാണ് ഞങ്ങൾക്ക് 3 പേർക്കും. ഞങ്ങൾക്ക് മാത്രമല്ല അച്ഛനും അമ്മയ്ക്കും അങ്ങനെ തന്നെയായിരുന്നു കേട്ടോ. കാരണം അതുകൊണ്ട് തന്നെ നമ്മൾ എല്ലാ ബർത്ത്ഡേക്കും അറ്റ്ലീസ്റ്റ് ഒരു കേക്കെങ്കിലും കട്ട് ചെയ്യാൻ മാക്സിമം നോക്കാറുണ്ട്. കാരണം പ്രിയപ്പെട്ടവരോടൊപ്പമുള്ള ആ ഒരു കുറച്ച് നിമിഷങ്ങൾ നമുക്ക് വളരെയധികം സന്തോഷം നൽകുന്നതാണ്. അപ്പോൾ അങ്ങനത്തെ ഓരോ നിമിഷങ്ങളും നമ്മൾ മിസ് ചെയ്യാറേ ഇല്ല. അതുകൊണ്ട് എല്ലാവരുടെ ബർത്ത്ഡേക്കും നമ്മൾ ചെറിയ രീതിയിൽ ഒരു കേക്ക് കട്ടിങ് എന്തായാലും നടത്താറുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അങ്ങനെ തന്നെ നമ്മുടെ ഈ ഒരു വർഷത്തെ ബർത്ത്ഡേക്കും ഉണ്ണിക്കണ്ണന്മാരുടെ കേക്ക് കട്ടിങ്ങും എല്ലാം വളരെ നല്ല രീതിയിൽ ചെയ്തു. അപ്പോൾ അങ്ങനെ ഇന്നത്തെ ഒരു ഡേ പോയതേ അറിഞ്ഞില്ല. അങ്ങനെ നമ്മൾ കേക്ക് കട്ടിങ്ങിന് ശേഷം ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് പോവാണ്. അപ്പോൾ ഗ്രിൽഡ് ചിക്കൻ ആയതുകൊണ്ട് തന്നെ അതിന് കോമ്പിനേഷനായിട്ട് നമ്മൾ പൊറോട്ടയാണ് വാങ്ങിയിട്ടുണ്ടായിരുന്നത് കേട്ടോ. അങ്ങനെ നമ്മൾ വിചാരിച്ച് എല്ലാവരും കൂടി ഒരുമിച്ച് ഫുഡ് കഴിക്കാമെന്ന്. കാരണം കുറേ നാളായി നമ്മളെല്ലാവരും കൂടി ഒരുമിച്ചിരുന്ന് ഫുഡ് കഴിക്കാമെന്ന്. അപ്പോൾ അങ്ങനെ നമ്മൾ ഒരു വലിയ വാഴയിലേക്ക് വെട്ടിയിട്ട് അതിലാണ് നമ്മൾ എല്ലാവരും കൂടി ഒരുമിച്ചിരുന്ന് ഫുഡ് കഴിക്കുന്നത് കേട്ടോ. അപ്പോൾ പൊറോട്ടയും ഗ്രിൽഡ് ചിക്കനൊക്കെ ആയിട്ട് നമ്മൾ വളരെ എന്താ പറയുക എല്ലാവരോടൊപ്പം വളരെ ഹാപ്പി ആയിട്ടിരുന്ന് ഫുഡൊക്കെ കഴിച്ചു. അപ്പോൾ അതിന് ശേഷം നമ്മൾ കുറച്ച് നേരം എല്ലാവരും കൂടിയിട്ട് ഒരു ഗെയിമൊക്കെ കളിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഫസ്റ്റ് ടൈമാണ് ഞാൻ ഈ ഒരു ഗെയിം കളിക്കുന്നത്. അപ്പോൾ ശ്യാമാണ് ഈ ഒരു ഗെയിമായിട്ട് ഇവിടെ വന്നിട്ടോ. അപ്പോൾ നമുക്ക് ഈ ഒരു ഗെയിമിനെ പറ്റിയിട്ട് വലിയ ഐഡിയ ഒന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഊനോ എന്ന് പറയുന്ന ഗെയിമാണ്. അപ്പം ഞങ്ങൾ ആരും ഈ ഒരു ഗെയിം കളിച്ചിട്ടേ ഉണ്ടായിരുന്നില്ല. ശ്യാമാണ് ഈ ഒരു ഗെയിം നമുക്കൊക്കെ ഇൻട്രൊഡ്യൂസ് ചെയ്തത്. അപ്പോൾ കളിച്ചു കഴിഞ്ഞപ്പോൾ എല്ലാവർക്കും ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. നല്ല ടൈം പാസ്സാണ്. പക്ഷേ നല്ല രീതിയിൽ നമുക്ക് എൻജോയ് ചെയ്യാനൊക്കെ പറ്റും കേട്ടോ. അപ്പോൾ അങ്ങനത്തെ ഒരു നല്ലൊരു ഗെയിം തന്നെയായിരുന്നു. അങ്ങനെ ഗെയിമൊക്കെ കളിച്ച് സമയം പോയതേ അറിഞ്ഞില്ല. രാത്രി 12 മണിയായി ഏകദേശം. അപ്പോൾ തിരിച്ച് നമുക്ക് ഇന്ന് തന്നെ തിരിച്ചു പോകേണ്ടതുണ്ട്. കാരണം പിറ്റേ ദിവസം നമുക്ക് വർക്കും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് നമ്മൾ അന്ന് തന്നെ രാത്രി 1 മണിയുടെ ട്രെയിനാണ് തിരിച്ച് ട്രിവാൻഡ്രത്തേക്ക് പോയാട്ടോ. അപ്പോൾ നമ്മുടെ ലൈഫിലെ ഏറ്റവും വലിയ ഹാപ്പിനെസ് എന്ന് പറയുന്നത് നമ്മുടെ പ്രിയപ്പെട്ടവരോടൊപ്പം ചിലവഴിക്കുന്ന ഓരോ നിമിഷമാണെന്ന് എനിക്ക് പലപ്പോഴും ഫീൽ ചെയ്തിട്ടുണ്ട്. കാരണം ഈ ഒരു ഡേ എന്ന് പറയുന്നത് തന്നെ നമ്മൾ ഇവരോടൊപ്പം സ്പെൻഡ് ചെയ്തപ്പോൾ നമുക്ക് വളരെയധികം ഹാപ്പിനെസ്സും ലൈഫിൽ ഒരിക്കലും മറക്കാൻ പറ്റാത്ത ഒരു ഡേ തന്നെയായിരുന്നു കേട്ടോ. അങ്ങനെ എന്താ പറയുക, തിരിച്ചു പോന്നപ്പോൾ ഭയങ്കരമായിട്ട് സങ്കടമൊക്കെ ഫീൽ ചെയ്തായിരുന്നു. കാരണം നമ്മൾ ആ ഒരു ഇത്രയും സ്നേഹം ഉള്ള ആൾക്കാരിൽ നിന്ന് നമ്മൾ വിട്ടു പോകുമ്പോൾ നമുക്കത് ഭയങ്കരമായിട്ട് ഫീൽ ചെയ്യും. അപ്പോൾ എന്നെ സംബന്ധിച്ച് ഞാൻ എപ്പോൾ വീട്ടിൽ നിന്ന് പോന്നാലും എനിക്ക് ചെറുതായിട്ട് നല്ല രീതിയിൽ സങ്കടം വരാറുണ്ട് കേട്ടോ. അപ്പോൾ എന്താ പറയുക, വളരെ ഹാപ്പിനെസ് ആയിട്ട് പോയ ഒരു ഡേ ലാസ്റ്റ് വന്നപ്പോൾ നമുക്ക് കുറച്ച് സങ്കടമൊക്കെ തന്നെങ്കിലും
ലൈഫിൽ ഒരിക്കലും മറക്കാൻ പറ്റാത്ത ഒരു അടിപൊളി ഡേ തന്നെയായിരുന്നു ഇത്. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുകയാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കില്ലേ. അതുപോലെ ഈ ഒരു ഊനോ ഗെയിമിനെ പറ്റിയിട്ട് എന്താണ് നിങ്ങളുടെ അഭിപ്രായം എന്ന് കമൻറ്റ് ചെയ്യണേ. അപ്പോൾ ഞങ്ങൾ ഫസ്റ്റ് ടൈമാണ് ഊനോ ഗെയിം കളിക്കുന്നത്. അപ്പോൾ ഇതിനു മുൻപ് കളിച്ചിട്ടുള്ളവരും നിങ്ങളുടെ അഭിപ്രായം എന്താണെന്നൊക്കെ ഇതിന് താഴെ കമൻ്റായിട്ട് കൊടുക്കണം കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ ഒരു വീഡിയോ.